പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ പൂച്ചകളൊക്കെ വിശന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവർക്ക് ഫുഡ് കൊടുക്കട്ടെ, എന്നിട്ട് വേണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ. പിന്നെ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കമൻസിലൂടെയൊക്കെ അറിയിക്കുക എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലയൊക്കെ പറിക്കാനുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ കാരണം ഇനി ഈ കരിവേപ്പില ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ വെയിലത്താകെ കരിഞ്ഞു പോവും. അപ്പോൾ കുറച്ച് കരിവേപ്പിലയൊക്കെ നമുക്ക് പൊട്ടിക്കാനുണ്ട്. കരിവേപ്പില പൊട്ടിക്കാൻ വന്നപ്പോൾ കുട്ടിപ്പൂച്ചയും കൂടെ കൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോ, ഈ ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി. വെള്ളം ഒഴിക്കുന്നതാണ്, പക്ഷെ എന്നിട്ടും കാര്യമില്ല. അപ്പോൾ കരിവേപ്പില ഏത് പറിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. തിരിച്ചും മറിച്ചുമൊക്കെ നോക്കും. അവസാനം ഒരെണ്ണം കിട്ടി കേട്ടോ. അതിൻ്റെ കൊണ്ട പിടിച്ച് കുറച്ച് മുറിച്ചെടുത്തു. എല്ലാം ഒന്നും മുറിക്കുന്നില്ല, കുറച്ചൊക്കെ പൊക്കമുള്ളത് നോക്കി മുറിക്കുവാണ് ഞാൻ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കരിവേപ്പില ചെടി. അപ്പോൾ അതൊന്നും കൂടെ ഒരു തണ്ട് മുറിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഇറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണല്ലോ. അടുത്ത ആഴ്ച ഞാൻ വീണ്ടും മിക്കവാറും പറിക്കും, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ വീട്ടിൽ തന്നെ കരിവേപ്പിലുള്ളത് എന്തൊരു സന്തോഷമാണെന്നറിയോ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? ഞാനിങ്ങനെ കാത്തിരുന്നുണ്ടായ കരിവേപ്പില കേട്ടോ. ആദ്യം ഒന്നും വളരുന്നില്ലായിരുന്നു, പിന്നെയാണ് അതൊരു മരമായി കിട്ടിയത്. കരിവേപ്പില അകത്തുകൊണ്ട് വെച്ചപ്പോഴാണ് കണ്ടത്. ഇന്നലെ രാത്രി വേസ്റ്റ് കളയാൻ മറന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആ വേസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കളയട്ടെ, ഇല്ലെങ്കിൽ അതിനിരുന്ന് നാറും. പിന്നെ ഇന്നത്തെ വേസ്റ്റും കൂടെ ആകുമ്പോൾ ആകെ ഇതായിപ്പോവും. അപ്പോൾ അത് കൊണ്ടുപോയി കളഞ്ഞിട്ട് നമുക്ക് വെളിയിലത്തെ ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിലെ ചെടികളാണ് കൂടുതലും കരിഞ്ഞേക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ ഇച്ചിരി വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ടാവാം, അറിയില്ല. അത് പിന്നെയും കുറച്ച് ഫ്രഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പൂച്ചെടികൾ ഫ്രഷ് ആണെങ്കിൽ പക്ഷേ ലോണൊക്കെ കരിഞ്ഞു തുടങ്ങി കേട്ടോ. അടുത്ത് നമുക്കിനി കുറച്ച് തുണി നനയ്ക്കാനിടണം. എന്നും ഉണ്ട് ഒരു കുന്ന് തുണി. ഇതെന്ന് തീരുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നും ഇടാൻ കാണും എങ്ങനെ നോക്കിയാലും. അപ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വെയിൽ നല്ല ചൂടാണ് ഇവിടെ, 49 ഡിഗ്രി വരെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ഇട്ടാൽ ചിലപ്പോൾ രാവിലെ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ തലേന്ന് മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ നല്ല പതുപതാന്ന് മാവൊക്കെ പൊങ്ങി നല്ല അടിപൊളി പഞ്ഞി പോലത്തെ ഇഡ്ഡലിയായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാറും കൂടെ ഉണ്ടാക്കി. ഇഡ്ഡലിയാണെങ്കിൽ ഇവിടെ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടം. അടിപൊളി സാമ്പാറും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനീ തട്ടുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ, ബ്രാഹ്മിൺസിൻ്റെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അത് പോയിട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇടാറുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇടും. പക്ഷേ മെയിനായിട്ട് ബ്രാഹ്മിൺസ് സാമ്പാർ പൊടിയാണ് ഞാൻ ഇടുന്നത്. അതിടുമ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ സാമ്പാറായി. പക്ഷെ കടുക് താളിക്കുന്നതിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. കടുക് താളിച്ചും കൂടെ കഴിയുമ്പോൾ എന്തൊരു മണമാണെന്നറിയോ. അപ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അടിച്ചു കഴിഞ്ഞു, തുണിയും വിരിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. എൻ്റെ ഈ ഇഡ്ഡലി തട്ടുണ്ടല്ലോ, കുഞ്ഞു കുഴിയുള്ള തട്ടാണേ. പക്ഷെ മിനി ഇഡ്ഡലി അല്ല, വലുതിൻ്റെ തന്നെ. അതുകൊണ്ട് തന്നെ കുഞ്ഞുമണി ഇഡ്ഡലീസാണ് കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ, പിന്നെ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പണി നമുക്ക് ചെടികൾക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ഇൻഡോർ പ്ലാന്റ്സിന്, അകത്തിരിക്കുന്ന ചെടികൾക്ക്. അന്ന് ഞാൻ വാഷ്റൂമിൽ കൊണ്ടുവച്ച് എല്ലാത്തിനും കുളിപ്പിച്ചത്, അതേ പിന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ആ ചടങ്ങ് നിർവഹിക്കാം. എല്ലാത്തിനും വെള്ളം ഒഴിക്കാനുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ ചെടികൾ. മണി പ്ലാന്റ്, പിന്നെ സ്നേക്ക് പ്ലാന്റ്, CC പ്ലാന്റ്, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആദ്യം ഈ ദുബായിൽ വന്നപ്പോൾ ഉണ്ടല്ലോ, കണ്ണിൽ കണ്ട പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് വെച്ച് കേട്ടോ. അതെല്ലാം ഒറ്റയടിക്ക് നാശമായിപ്പോയി. എന്നാലും ഞാൻ വീണ്ടും മേടിച്ച് വെള്ളം ഒഴിച്ചാലും വളമിട്ടാലും എന്ത് ചെയ്താലും ഒരു കാര്യമില്ല. കൂടിപ്പോയാൽ 3 മാസം ഇരിക്കും. അത് കഴിഞ്ഞ് എല്ലാം നശിച്ചു പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ മേടിക്കണയൊക്കെ നിർത്തി. ഉള്ള ചെടി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെള്ളത്തിൽ വയ്ക്കുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മളിപ്പോൾ എത്ര വളർത്തിയാലും പുതിയ ഇലകളൊക്കെ വരാൻ ഭയങ്കര പാടാണ്. കൊണ്ടുവച്ചതുപോലെ ഇരിക്കും വർഷങ്ങളോളം. അതെന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ മണ്ണിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ട്. അപ്പോൾ ഒരു തലപ്പാക്കട്ടി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മസാല വറുത്ത് പൊടിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് എല്ലാം വേണം. കൂടെ എക്സ്ട്രാ വേണ്ടത് നമ്മുടെ സാധാ ജീരകം, പിന്നെ മല്ലി മുഴുവനായിട്ടുള്ള മല്ലി, പെരുംജീരകം, ഇതെല്ലാം മൊത്തത്തിലുള്ളതെടുത്ത് വറുത്ത് പൊടിക്കുകയാണ്.
തണുത്തതിന് ശേഷം പൊടിക്കണം. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ ചിക്കനും കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. തൈരിലും ഉപ്പിലും ഒക്കെ ഇട്ടിട്ട് അത്രയേ ഉള്ളൂ മസാലയിൽ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ മസാലയാണ് മെയിൻ സാധനം. ഈ മസാല പൗഡറിന് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം വേണ്ടി വരത്തില്ല, കാരണം ഞാൻ 1 കിലോ ചിക്കനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പകുതിയേ വേണ്ടി വരത്തുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചായിട്ട് മിക്സിയിൽ പൊടിക്കാനും പാടല്ലേ. അടുത്ത് വേണ്ടത് ഒരു ഓണിയൻ പേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില വേണം. പുതിനയില എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇത്രയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. നമുക്ക് സാധാരണ ദം ബിരിയാണിയിൽ ഉള്ള പോലത്തെ ഒരുപാട് സവാളയൊന്നും വേണ്ട, 1-2 സവാള മതി. അടുത്ത് ഞാൻ അരി ജീരകശാല റൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ് അരി നമുക്ക് 2 ദിവസത്തേക്ക് ഇപ്പോൾ ഇവിടെ കഴിക്കാൻ കാണും. അങ്ങനെ പിന്നെ ഞാൻ ഈ മസാലയൊക്കെ വഴറ്റണം. ആദ്യത്തെ മസാല നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള പേസ്റ്റ് ഉണ്ടല്ലോ, അത് നല്ല എണ്ണയിൽ വഴറ്റണം. അപ്പം എണ്ണയിൽ ഇച്ചിരി നെയ്യും കൂടെ ഇടണം കേട്ടോ ആദ്യം. എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റി നല്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറി വഴറ്റി വന്നതിന് ശേഷം വേണം നമ്മുടെ മെയിൻ മണമുള്ള മസാല പൗഡർ ഇട്ട് മൂപ്പിക്കാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇടണം. ഒരുപാട് വേണ്ട ഇത്, കാരണം ഒത്തിരി എരി വേണ്ട, കാരണം ഇതിൽ തന്നെ ഓൾറെഡി നല്ല എരിയുണ്ട് കുരുമുളകിൻ്റെ എല്ലാം. അപ്പോൾ എന്നിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനും കൂടെ തട്ടിയിട്ട് നന്നായിട്ട് അരപ്പൊക്കെ അതിൽ പിടിക്കത്തക്ക വിധം ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ ആക്കി. പിന്നെ ചിക്കനിന്നും വെള്ളം ഇറങ്ങും, എന്നാലും നമ്മളൊരു 1/2 കപ്പ് വെള്ളം കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഉപ്പും പിന്നെ പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. ചിക്കൻ കുക്കാവണം, അതായത് ഒരു 3/4 ഭാഗമെങ്കിലും കുക്കായതിനു ശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ. അപ്പോൾ നമ്മൾ ആദ്യം 1/2 കപ്പ് ചേർത്തല്ലോ, അപ്പോൾ ബാക്കിയുള്ള വെള്ള കണക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് വെള്ളം തിളച്ചതിന് ശേഷം വേണം അരി ഇടാനായിട്ട്. അരി സോക്ക് ചെയ്ത് വെച്ച് ഡ്രെയിൻ ചെയ്ത് വേണം എടുത്ത് ഇതിലോട്ട് ചേർക്കാനായിട്ട്. 20 to 30 മിനിറ്റ് വരെ മൂടി വെച്ച് തന്നെ വേവിക്കുകയും വേണം. മുകളിൽ നെയ്യും കൂടെ പുരട്ടി കൊടുത്ത് കുറച്ച് മൂടി വെക്കണം 5-10 മിനിറ്റ്. എന്നിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ തുണി എടുക്കാൻ വന്നതാണ്. നട്ടുച്ചയാണ്, പക്ഷേ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ തുണിയൊക്കെ ആകെ ചീത്തയായി പോകും വെയിലത്ത് കിടന്നിട്ട്. പിന്നെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് TV ഒക്കെ കണ്ടു ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് മനസ്സിലായത് കഴിക്കാനൊന്നും ഇരിപ്പില്ല. കുറേ നാളായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇത് എഗ്ഗൊന്നും ചേർക്കാത്ത ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേണ്ടത് 3/4 കപ്പ് തൈര്, അതായത് ബട്ടർ മിൽക്ക് വേണം. പിന്നെ 3/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് എണ്ണ, ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒരു അടി അടിക്കുക. പിന്നെ അതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദമാവും 1/4 കപ്പ് ചോക്ലേറ്റ് പൗഡറും കൂടെ ചേർത്തിട്ട് ബാക്കി പിന്നെ ഇച്ചിരി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വാനില എസൻസ് എല്ലാം 1 ടീസ്പൂൺ ചേർത്തിട്ട് കേക്ക് റെഡിയാവും. ഭയങ്കര ഈസിയാണ്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ എപ്പോഴും അരിച്ച് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നല്ലോണം അതിൻ്റെ തരികൾ കാണാതെ നമ്മൾ കളയണം, അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കട്ടക്കട്ടയായിട്ട് കിടക്കും. അപ്പോൾ എപ്പോൾ അത് ചേർത്താലും നമ്മൾ അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം ലാസ്റ്റ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ചിലരിതിൽ കോഫി പൗഡറും ചേർക്കാറുണ്ട് ഡാർക്ക് കളർ കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ചേർത്തില്ല. പിന്നെ ഒരു ഇഞ്ച് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാൻ കേട്ടോ, പക്ഷെ ഞാനത് മറന്നുപോയി ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ എൻ്റെ കേക്ക് ഇച്ചിരി മധുരം കൂടി തന്നെ നിൽക്കും. ഇവിടെ എല്ലാവർക്കും മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മധുരം ഇച്ചിരി അളവ് കൂട്ടിയിട്ടാണ് ഇടുന്നത്. പിന്നെ ഈ കേക്ക് ടിന്നിൽ ബേക്കിംഗ് പേപ്പർ വെച്ച് എത്ര വെച്ചാലും ഇരിക്കത്തില്ല കേട്ടോ. അതിൻ്റെ 4 കോർണേഴ്സ് ഒന്ന് വെട്ടിക്കൊടുത്താൽ കുറച്ചെങ്കിലും ഇരിക്കും. ഇതുപോലെ 4 കോർണേഴ്സും സിസേഴ്സ് ഇട്ട് വെട്ടിക്കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി വെച്ച് കൊടുക്കുക. നല്ലോണം ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിൽ, അതായത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിലോട്ട് ബാറ്റർ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 20 to 25 മിനിറ്റ് മതി കേക്ക് ആവാനായിട്ട് 180 ഡിഗ്രിയിൽ. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ പുറത്തൊഴിക്കാനുള്ള ചോക്ലേറ്റ് ഗണാഷ് എന്ന് വേണേൽ പറയാം, അതുണ്ടാക്കാം. അതിൽ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഈസിയാണ്. കുറച്ച് പാലൊഴിക്കുക, കുറച്ച് പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ഇടുക. പിന്നെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, അതായത് ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും പീസുകളുണ്ടെങ്കിൽ അത് ഇടുക, അല്ലെങ്കിൽ ഹെർഷീസ് സിറപ്പ് ഒഴിക്കുക, ന്യൂട്ടെല്ല ഒഴിക്കുക. ഞാനിപ്പോൾ ഹെർഷീസും ന്യൂട്ടെല്ലയും കൂടി ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൊക്കോ പൗഡറും ബട്ടറും കൂടി ഇട്ട് ചോക്ലേറ്റ് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടയില്ലാന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ കേക്ക് റെഡിയായി. അതിൻ്റെ മുകളിൽ ഞാൻ ടൂത്ത് പിക്ക് കൊണ്ട് കുറേ ഓട്ടലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ആ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ ഇറങ്ങി നല്ല മോയിസ്റ്റായിട്ട് കിട്ടും നമുക്ക് കേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്ക് കൺസിസ്റ്റൻസിയിലും എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സ്പ്രെഡ് ചെയ്യാനൊക്കെ പറ്റും. എൻ്റെ ഇച്ചിരി ഒഴുകി നിൽക്കുന്ന ടൈപ്പിലാണ് ഞാൻ എടുക്കാറ്. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്. ആർക്കും ഉണ്ടാക്കാം. നല്ല മോയിസ്റ്റുമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്കിനി ഒരു കോഫി ഉണ്ടാക്കിയാലോ? ഞാൻ കോഫി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഒരു കപ്പിലോട്ട് 1.5 ടീസ്പൂൺ കോഫി പൗഡറും 2.5 ടീസ്പൂൺ ഷുഗറും ഇട്ട് ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്യും.
നന്നായി ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറിലാക്കി അതിനെ എടുക്കണം. അതിലോട്ട് വേണം നമ്മൾ തിളച്ച പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ തിളച്ച പാൽ നമുക്ക് വേണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള കോഫി കുടിക്കാം. ലാസ്റ്റ് പാലൊഴിച്ച് തീരുമ്പോൾ ആ പതയൊക്കെ മുകളിൽ വീണിട്ടുണ്ടല്ലോ, നല്ല രസം. അതിൻ്റെ മുകളിൽ ഇച്ചിരി കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് സ്പൂൺ വെച്ച് ലൈസായിട്ടൊന്ന് കലക്കിയിട്ട് വേണം കുടിക്കാൻ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തേ പറ്റൂ കേട്ടോ. ഞാനപ്പോൾ എൻ്റെ കോഫി ഒന്ന് ആസ്വദിച്ച് കുടിക്കട്ടെ. അടുത്തുള്ളവർ വീണ്ടും കാണാം. ബൈ ബൈ.